ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനയായ പശ്ചിമ ബംഗാൾ ഛാത്രോ സമാജ് ആഹ്വാനം ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് അടിച്ചമർത്തി മമതാ സർക്കാർ. പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡും കണ്ടെയ്നറുകളും വെച്ച് തടഞ്ഞു. ദേശീയ പതാകയേന്തി ആയിരക്കണക്കിന് പേരാണ് മമതാ ബാനർജി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിലൂടെ പ്രകടനവുമായി എത്തിയത്. സമാധാനപരമായി നടക്കുന്ന സമരത്തെ അടിച്ചമർത്തരുതെന്ന് നേരത്തെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ആവശ്യപ്പെട്ടിരുന്നു. നബന്ന അഭിജാൻ മാർച്ചിന് BJPയും പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം പ്രതിഷേധക്കാർ ഇപ്പോഴും നഗരത്തിൽ തുടരുകയാണ്. ഇവർ വീണ്ടും സംഘടിച്ചെത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. പ്രതിഷേധക്കാരും പോലീസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നതോടെ കൊൽക്കത്ത നഗരം നിശ്ചലമായിരിക്കുകയാണ്. പലയിടത്തും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധ മാർച്ചിനിടെ പോലീസിന് നേർക്ക് കല്ലേറുണ്ടായി. പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നാണ് കല്ലേറുണ്ടായത്. ഇതോടെ പോലീസ് പലയിടത്തും ലാത്തി വീശി. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാതെ വന്നതോടെ പലയിടത്തും കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിക്കേണ്ടി വന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ അക്രമം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6000-ഓളം പോലീസുകാരെയാണ് നഗരത്തിൽ ഒട്ടാകെ വിന്യസിച്ചിരുന്നത്. സമരക്കാരെ നേരിടാൻ നഗരത്തിലെ 70% റോഡുകൾ അടയ്ക്കുകയും റോഡുകളിൽ കണ്ടെയ്നറുകളും ബാരിക്കേഡുകളും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ കൊൽക്കത്ത കൊലപാതകം നടന്ന ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം CBI രജിസ്റ്റർ ചെയ്ത FIR കണക്കിലെടുത്താണ് EDയും കേസെടുത്തിരിക്കുന്നത്. അതിനിടെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. സമൂഹത്തെയും സംസ്കാരത്തെയും ഉണർത്തിക്കൊണ്ട് പുതിയ ദിവസത്തിലേക്കുള്ള സ്വപ്നം നെയ്യേണ്ടതും പുതിയ നാളെയുടെ തെളിച്ചമാർന്ന ശബ്ദങ്ങൾ കൊണ്ട് ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കേണ്ടതും വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിനായുള്ള ശ്രമങ്ങൾ തുടരണമെന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. പ്രതിജ്ഞാബദ്ധതയോടെ തുടരണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആരോഗ്യത്തോടെ തെളിച്ചമുള്ള ഭാവിക്കായി പ്രതിജ്ഞാബദ്ധതയോടെ തുടരൂവെന്ന് മമതാ ബാനർജി പറഞ്ഞു.